എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ശ്രീധര? നമുക്ക് മുന്നേ നമ്മുടെ സന്തതികൾ കടന്നു പോവാന്ന് പറഞ്ഞാൽ അതിലും വലിയ ശാപമുണ്ട. പ്രതീക്ഷയുണ്ടോന്ന് ചോദിച്ചാ പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളൂ. ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ശരീരത്തിലൊരു അവയവല്ലേ ചോദിക്കണത്. ചോദിക്കുമ്പോ തരാന്ന് പറയാൻ ചെറിയ മനസ്സൊന്നും പോരാ സുരേന്ദ്രേട്ടാ. ചേട്ടനൊന്ന് ടെൻഷൻ അടിക്കാണ്ടിരുന്ന ഇതൊന്നും നടക്കും. വർഗീസ് പോയിട്ട് കാര്യമൊന്നുമില്ല. ജോഷി പോയിന്റ് അവൻ കാര്യം ഒരു തീരുമാനമാക്കിയിട്ട് വരുള്ളൂ. ഞാൻ ചോദിക്കുന്നതില്ല, കാശ് കൊടുത്ത ഈ സാധനം കിട്ടില്ലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കാശ് ഇറക്കണം. നീ ഇതെന്ത് വർത്താനാടാ ഈ പറയണത്? ഇത് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുക. 100 കൂട്ടം നിയമങ്ങളുണ്ട്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം, കൊടുക്കണ ആളുടെ ആരോഗ്യം നോക്കണം. ഈ സുരേന്ദ്രേട്ടൻ കൊടുക്കാന്ന് പറഞ്ഞാലേ മാച്ചായില്ല. ഈ O നെഗറ്റീവ് കിട്ടാത്ത എളുപ്പമുള്ള കാര്യമൊന്നല്ല. എന്റെ കിഡ്നി അടിച്ചുപോയിണ്ടാവും. നിന്റെ നീ കൊടുക്കോ? നല്ല കളിയായിട്ട് 2 കിഡ്നി ഉണ്ടായിട്ട് 4 തുള്ളി മൂത്രമായി പോണേ. അത് 2 നേരം മുക്കണം. പണ്ടൊരു പള്ളിയിലച്ഛൻ കിഡ്നി ദാനം ചെയ്തു. അന്ന് ആ വാർത്ത പത്രത്തിൽ വന്നപ്പോ എത്ര നിസ്സംഗതയോട് കൂടിയിട്ടാ ഞാൻ അതൊക്കെ വായിച്ചെന്നറിയൂ. അന്ന് അയാൾ ചെയ്തതിന്റെ മഹത്വം ഇപ്പോഴാ മനസ്സിലാവണേ. എനിക്കും നിസ്സംഗത. അച്ഛന്മാർക്ക് എന്തിനാ കിഡ്നി എന്ന് ചോദിച്ച് കളിയാക്കിയിട്ടുള്ളത് ഞാൻ. എന്നേക്ക് അടിക്കാറില്ലാണ്ട്. ദേ വരുന്ന 2 ആള്. നീയൊക്കെ വരേണ്ടതായിരുന്നു മോനെ. അവന്റെ വീട്ടിൽ നിന്നൊരു ബിരിയാണി കഴിച്ചു. എന്താ ടേസ്റ്റ്! നമ്മളൊക്കെ ചിക്കനും മട്ടനല്ലേ കഴിച്ചിട്ടുള്ളോ, ഇത് കുട്ടൻ ബിരിയാണി ആയിരുന്നു. ആ ബിരിയാണി നോക്കിയ കാര്യം പിന്നെ പറയാം. പോയ കാര്യം എന്തായി? ഞങ്ങൾ അവന്റെ വീട്ടിൽ ചെന്നു. അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സുരേന്ദ്രേട്ടന്റെ മകനാണ്, കിഡ്നി മാറ്റി വെക്കണം, O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, ഭാര്യയുണ്ട്, 2 ചെറിയ കുട്ടികളുണ്ട്. ഇതൊക്കെ കേട്ട് ഇവൻ അകത്തേക്ക് പോയി. 10 മിനിറ്റ് ഇവൻ ആരോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് തിരിച്ചു വന്നു. എന്നോടൊരു ചോദ്യമാണ്, എപ്പോഴാ വരണ്ടേ ജോഷിയെന്ന്. അവൻ സമ്മതിച്ചു സുരേന്ദ്രേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ശരിയാവുന്നു. താനല്ലടോ, ഞാനല്ല പറഞ്ഞ ജോഷി പോയിട്ട് ശരിയാക്കിട്ട് വരുള്ളൂന്ന്. ഞാനുണ്ടോ പറഞ്ഞ? എന്റെ കഴിവൊന്നുമല്ലടോ റോബിയെ. ശ്രീധരേട്ടോ, ഇത് വാചകടിച്ച് 10,000 രൂപ സംഭാവന പിടിപ്പിക്കണ പോലെയല്ല, ഒരു കിഡ്നിയാണ് ചോദിക്കണത്. എന്നാ പിന്നെ നീ ആ ബിരിയാണിയുടെ കാര്യം പറയുന്ന പറയസേ. ഏയ്, താനെന്താടോ സന്തോഷമില്ലാണ്ടിരിക്കണേ? ഇനി എന്താ പ്രശ്നം? സന്തോഷമില്ലാണ്ടല്ല ശ്രീധര. നിങ്ങൾ ഇത് അവൻ സമ്മതിച്ചു എന്ന് പറയാണ്ട് ആര് സമ്മതിച്ചു എന്നൊന്നും പറയൂ. ഇതപ്പം നന്നായേ. വേറെ ആരുമില്ല, നമ്മുടെ ബച്ചു. സുരേന്ദ്രേട്ടാ, നമ്മുടെ ബച്ചു സുലൈമാൻ. എന്റെ കൃഷ്ണ, ഞാൻ എന്താ ഈ കേക്കണ്? നമ്മുടെ ബച്ചു സുലൈമാനാ. സുരേന്ദ്രേട്ടാ, കാലം വീണ്ടും ഇതൊക്കെ ഓർമ്മിപ്പിക്കും. മുട്ടുകാലിൽ നിർത്തും തന്നെ. അന്ന് കണ്ണീന്ന് കൂടിയുണ്ടേ, കണ്ണീരാവില്ല ചേട്ടാ, ചോരയാവും ചോര. എല്ലാ കൊല്ലത്തെയും പോലെ ഓണാഘോഷം ഗംഭീരമാക്കാൻ തീരുമാനിച്ചു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിനെ അഭിനന്ദിച്ച് എഡ്വിൻ സംസാരിച്ചു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും യുദ്ധക്കൊതിക്കെതിരായി ബച്ചു സുലൈമാൻ പ്രമേയം അവതരിപ്പിച്ചു. നമ്മുടെ ബച്ചു സുലൈമാൻ കൂടുതൽ തീരുമാനങ്ങൾ അടുത്ത മീറ്റിംഗിൽ എടുക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അല്ല, നമ്മളിപ്പോ ഈ പ്രതിഷേധം അറിയിച്ചത് ട്രംപിനാണോ അതെ ഇസ്രായേലിന്റെ ചുള്ളനെയാണോ? ഈ ചെറിയ കുട്ടികളെ പോലെ വർത്താനം പറയല്ലേ വർഗീസേ. എനിക്കൊരു കാര്യം പറയാണ്ട്, മധുണ്ട്, മമ്മൂട്ടിയുണ്ട്, ഇവർക്കൊന്നും കൊടുക്കാണ്ട് മോഹൻലാലിനും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എടാ, മോഹൻലാലിന് കിട്ടിയതാണോ മമ്മൂട്ടിക്ക് കിട്ടാത്തതാണോ നിന്റെ പ്രശ്നം? കഴിഞ്ഞ കൊല്ലം ഷാരൂഖ് ഖാൻ അവാർഡ് കിട്ടി, നിനക്കൊരു കുഴപ്പമുണ്ടായില്ല. അതും ജവാൻ എന്ന് പറഞ്ഞ ഒരു തല്ലിപ്പൊളി പടത്തിൽ. ജവാൻ അവാർഡ് കിട്ടിയ? അയ്യോ, ഇത് നീ അടിക്കുന്ന ജവാനല്ല, ഹിന്ദി സിനിമയാ. എന്നാലും ജവാന് കിട്ടിയല്ലോ, എനിക്കത് മതി. ആഹാ, നീ അവനെ കണ്ടുപിടിക്കേ. അവനടിക്കുന്ന ബ്രാൻഡിനോട് വരെയുള്ള അവന്റെ സ്നേഹം കണ്ട. ആദ്യം തന്നെ ഇവറ്റയുടെ ഈ ഫാൻസ് പരിപാടി നിർത്തണം. ഇതൊരു ആർട്സ് ക്ലബാണ്, കലാകാരന്മാരുടെയും കലാപ്രേമികളുടെയും കൂട്ടായ്മ. ആരുടെയും പക്ഷം ചേരലല്ല, കലയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് അവന്റെ ജോലി. അതിനാദ്യം തന്നെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പഠിക്കണം. നമുക്കിതിവിടെ വെച്ച് നിർത്താം.
ഇനി ഓണാഘോഷ പരിപാടികളെ കുറിച്ച് പറയും. അതിലെന്തപ്പത്ര പറയാനുള്ളത്? ഓണസദ്യ, കലാപരിപാടികള്, പിന്നെ ഒരാള് മാവേലിയുടെ വേഷം കിട്ടണു. ഞാനാവില്ല ചേട്ടാ. കഴിഞ്ഞ കൊല്ലം പച്ച വെള്ളം കുടിക്കാൻ പറ്റിയില്ല. നീ ആവണ്ടാ. ഇപ്രാവശ്യം നമുക്ക് പുതിയൊരാളുണ്ടല്ല, നമ്മുടെ ബച്ചൂന് മാവേലി ആയാൽ കൊള്ളാന്ന് ഒരാഗ്രഹം പറഞ്ഞു. ഞങ്ങളുടെ ഖത്തറിലെ ഓണാഘോഷത്തിന് പുള്ളി സ്ഥിരം മാവേലിയാ. മാവേലിയാവ് ഇതിന് നല്ല ഫിഗർ വേറെ കിട്ടോ? അപ്പൊ സംഗതി എളുപ്പമായല്ലോ. ഇക്കൊല്ലം മാത്രമാക്കണ്ട, സാന്താക്ലോസും മാവേലിയും ഒക്കെ എല്ലാ കൊല്ലവും ഇയാൾ തന്നെ, ബച്ചു സുലൈമാൻ. അതൊന്നും ശരിയാവില്ല. നിങ്ങൾ അങ്ങനെ കൈയടിച്ച് പാസ്സാക്കിയാൽ മതിയാ. കണ്ടിക്കണ്ട കാക്കാമാർക്ക് വേഷം കെട്ടാനുള്ളതല്ല ഓണാഘോഷം. താനിത് എന്ത് വർത്താനോട്ട് പറയണേ? ഇവിടെ എന്ന് തൊട്ട ജാതി മതമൊക്കെ വന്നത്? എന്താ സുരേന്ദ്രേട്ടാ, തനിക്കിത് എന്താ പറ്റിയത്? ഒന്നുകിൽ പ്രദീപാവുക, അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള വേറെ ആൾക്കാരുണ്ടല്ലോ, അവരായാലും മതി. അല്ല, ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ ആവില്ല എന്ന് പറഞ്ഞു എന്നുള്ളോ. ഇനി എല്ലാവരും കൂടി നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആവാം. നീ ക്രിസ്മസിന് സാന്താക്ലോസിന്റെ വേഷം കെട്ടിയപ്പോ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നടന്ന് വാള് വെക്കായിരുന്നു നായ. അയാളുടെ പ്രശ്നം ഇതൊന്നല്ല. റിപ്പോർട്ടിലെ അവന്റെ മുഴുവൻ പേര് കേട്ടപ്പോ ഇയാൾക്ക് തുടങ്ങിയ കജ്ജിയ. ഇവിടെ ക്രിസ്മസും ഓണവും പെരുന്നാളും പൂരൊക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അമ്പിന്റെ മുന്നിൽ തുറന്ന ഹിന്ദുക്കളും ഉണ്ട്, കാവടിയുടെ കൂടെ ആടുന്ന ക്രിസ്ത്യാനികളും ഉണ്ട്. ഇതൊന്നും വലിയ വിഷയാക്കേണ്ട കാര്യമല്ല. അതിന് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ മതത്തിലും ഉണ്ടാവും ഇങ്ങനെ കുറെ അരണകള്. അപ്പാപ്പന്റെ വേഷം കെട്ടി കള്ളും കുടിച്ച് നടക്കുന്ന പോലെയല്ല മാവേലി ആവണത്. അതിന് കുറച്ച് പവിത്രതയൊക്കെ ഉണ്ട്. നിങ്ങൾ നസ്രാനികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഡോ, ഞാൻ പള്ളിയിൽ പോരല്ലാന്നുള്ളോ. താൻ പറഞ്ഞ പോലെ നസ്രാണി തന്നെയാ. ഞാൻ തന്നോടൊരു ചോദ്യം ചോദിക്കാം. മഹാഭാരതത്തിൽ നിന്ന് ആയിക്കോട്ടെ അല്ലേ? താൻ വലിയ കൊടി വെച്ച ഹിന്ദു അല്ലേ? ഉത്തരം പറയും. അരക്കില്ലം കത്തിച്ചത് ആരാണ്? ഐ റിപ്പീറ്റ്, അരക്കില്ലം കത്തിച്ചത് ആരാണ്? ചോദ്യം മനസ്സിലായില്ലേ? നീ പോരാ ചെക്ക. എന്നോടാ നീ മഹാഭാരതം കളിക്കുന്നത്? അരക്കില്ലം കത്തിച്ചതേ പുരോചനൻ. നീ കേട്ടിട്ടുണ്ടോ ആ പേര്? അപ്പൊ പിന്നെ ബച്ചന് മാവേലിയോട്ട് സുരേന്ദ്രേട്ടാ. കാരണം അരക്കില്ലം കത്തിച്ചത് പുരോചനനല്ല, ഭീമനാ. സാക്ഷാൽ ഭീമസേനൻ. റോബിയെ, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് കള്ളു കുടിച്ച് മീറ്റിങ്ങിന് വരരുതെന്ന്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ബച്ചൂനെ മാവേലിയാക്കാൻ പറ്റില്ല. ഗുണസിംഹ, നീ എന്താ മിണ്ടാണ്ടിരിക്കണേ? നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ? എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ച് പോയോ? അത് വെറുമൊരു കനവാർന്നോ? അയ്യോ, ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളൂ. ഖത്തറിലായിരുന്നേ. അവിടെ ഓണവും ക്രിസ്മസും വിഷുവും പെരുന്നാളും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുക. പിന്നെ ഈ ഓണത്തിനും ക്രിസ്മസിനൊക്കെ മാവേലിയും സാന്താക്ലോസൊക്കെ ഞാൻ തന്നെയാണ് പരമാവധി ആവല്. എന്താന്ന് വെച്ചാ അന്നാണ് എല്ലാവരും ഒന്ന് മിനുങ്ങ. എനിക്കാണെങ്കിൽ ആ ശീലമില്ല. അപ്പൊ എല്ലാരും കൂടി എന്നാ വേഷം കെട്ടിക്കും. എനിക്കത് സന്തോഷമായിരുന്നുള്ളൂ. മണ്ഡലകാലമായാലേ ഭജന ഉണ്ടാവും, ആരെയുടെ വീട്ടിൽ പൂജയും. പൂജ നടത്തുന്നത് ഒരു സുബ്രഹ്മണ്യർ സ്വാമിയാ. ആള് ഞാൻ വന്നാലേ പൂജ തുടങ്ങും. ബച്ചുസ്വാമി എവിടെയെന്ന് അന്വേഷിക്കും. ഈ സാജിനോട് അന്വേഷിച്ചറിയാം. ഇവന്റെ കാനനവാസ അല്ലെങ്കിൽ ആ ദിവ്യനാമം അയ്യപ്പ എന്ന പാട്ട് കേട്ടാലാ അയ്യര് പടിപ്പൂജയ്ക്ക് കർപ്പൂരം കത്തിയുള്ളോ. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രം, ഒരു ഓർമ്മ പുതുക്കല്. ഇതിന്റെ പേരിൽ ഇവിടെ തർക്കമൊന്നും വേണ്ട, ഞാൻ മാറിത്തരാം. ഇതിന്റെ പേരിൽ പിണങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഖത്തറും ക്യൂബയൊന്നുമല്ല. മാവേലി ആവണ്ടെന്നല്ലേ പറഞ്ഞല്ലോ. വേറെയും പരിപാടികളുണ്ടല്ലോ. ഏയ്, അതൊന്നും വേണ്ട ചേട്ടാ. എന്റെ മുഖം കാണുമ്പോ മതമാണ് ചേട്ടന് ഓർമ്മ വരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ എന്ത് കാര്യമുള്ളത്? അതല്ലാത്തൊരു കാലം വരുമ്പോ നമുക്ക് നോക്കാം. താൻ കുറച്ചു നേരത്തെ ഫാൻസുകാർക്ക് ബുദ്ധി ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. താനും അവരും തമ്മിൽ എന്താണോ വ്യത്യാസം? അവര് താരങ്ങളുടെ ഫാൻ, താൻ തന്റെ മതത്തിന്റെ ഫാൻ. 2018 കഴുത്തിന് മേലെ വെള്ളം പൊങ്ങിയപ്പോ പാടെ പഠിച്ചതായിരുന്നല്ലോ അവരും. അതൊക്കെ മറന്നൂലേ? സുരേന്ദ്രേട്ടാ, കാലം വീണ്ടും ഇതൊക്കെ ഓർമ്മിപ്പിക്കും. മുട്ടുകാലിൽ നിർത്തും തന്നെ. അന്ന് കണ്ണീന്ന് പൊടിയുണ്ടേ, കണ്ണീരാവില്ലാട്ടാ, ചോരവും ചോര. കണ്ണീരാവില്ലാട്ടാ, ചോരവും ചോര. ശ്രീധര, എന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയടാ. പൊടിയണത് ചോര തന്നെയാണോ എന്ന് നോക്കടാ. എന്നെ ഒന്ന് കൊണ്ടുപോടാ. ബച്ചുവിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോടാ.
റോബിയെ എന്നാ ബച്ചൂന്റെ അടുത്തേക്ക്